വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡേ ഓൾറെഡി സ്റ്റാർട്ടായി, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് കുറച്ച് പണിയുണ്ട്. എനിക്ക് ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്യണം. ഇൻറ്റേൺഷിപ്പ് ഓർമ്മയില്ലേ, ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ അറ്റ്ലീസ്റ്റ് 2 വ്ളോഗെങ്കിലും ഇട്ട് കാണും. പിന്നെ റിപ്പോർട്ട് സബ്മിഷനും പ്രാക്ടിക്കലും അങ്ങനെ കുറച്ച് പണികളായിട്ട് അതിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ബൈ. ഉറക്കം വരുന്നു. ഈ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഭയങ്കര വിശപ്പാലേ. അങ്ങനെ ഞാൻ പാൽമുറുക്കും വെള്ളമെല്ലാം കുടിച്ചാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. വൈകുന്നേരം വരെ ലാപ്പിന് മുമ്പ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരാശ്വാസം അനുമോളും വിഷ്ണുജി എല്ലാം ഉണ്ടായതാണ്. അനുമോൾ ഇവിടെ ബിസിയാണ്. കുറച്ച് ഞാൻ വിഷ്ണുജി വരുന്നുണ്ട്, അപ്പോൾ ഒരുമിച്ച് ഇന്ന് ചെയ്യാനാണ്. നല്ല പണിയാണിത്, പക്ഷേ ഇന്നലെ പ്രിൻ്റ് എടുക്കണം. ഞാൻ ഫലാഫൽ, വിഷ്ണുജിയും ഫലാഫൽ. അനുമോളാണ് ഇന്ന് മൊത്തം ഈ വ്ളോഗ് മൊത്തം ഞങ്ങൾ ലാപ്പിന് മുമ്പിലിരിക്കുകയാണ്. വേറെ കണ്ടതൊന്നും കിട്ടിയില്ല ഗൈസ്. അനുമോൾ ഫുൾ ടെൻസ്ഡാണ്. ആണോ അനുമോൾ? യെസ്, എനിക്കറിയാം. കാലായി എന്നിട്ടും ഞങ്ങൾ ഈ ലാപ്പിൽ എണീറ്റിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രാജുവേഷൻ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും റിപ്പോർട്ട് സബ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുക. മൈസൂർ വിട്ട് പോകാനായല്ലോ. അപ്പോഴേക്കും കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് എല്ലാം തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് 5 മണിയായപ്പോഴേക്കും കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു ബോബ കോഫി, ബോബ ടീ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ ഇതുവരെ അത് കുടിച്ചിട്ടില്ലായിരുന്നു. അത് കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കിവി ഫ്ലേവറിലെ ബോബ ക്രഷസ് ആണ് ഞാൻ പറഞ്ഞത്. അതാണ് പച്ച കളറിൽ. അപ്പോൾ ബോബ കഴിച്ചപ്പോഴേക്കും മറ്റേ എന്തോ ഒരു പുള്ളിയായിരുന്നത് മറ്റേ കിവി ഫ്ലേവർ ഓർഡർ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ KKC പോയി. ആസ് യൂഷ്വൽ KKCത്തെ പപ്സ് എൻ്റെ ഫേവറേറ്റ് ആണല്ലോ. പപ്സ് കഴിച്ചു, ഹണി ബൺ കഴിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് PG എത്തി. ഞാൻ വിചാരിച്ചു കുറച്ച് നൈറ്റ് സ്കിൻ കെയർ ചെയ്യാറ്. ഞാൻ എപ്പോഴും നൈറ്റ് സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഇത് പിന്നെ ഇന്ന് എൻ്റെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു, റെക്കോർഡ് കഴിഞ്ഞു, എക്സാം ഉണ്ട്. അത് നമുക്കൊരു വിഷയമല്ലല്ലോ. സോ ഞാൻ വിചാരിച്ചു നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ സ്കിൻ കെയർ. സോ ഫസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ള ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറും ഐലൈനറും ഇട്ടിട്ടുള്ളൂ. അത് നമുക്ക് കളയാം. ക്ലീൻ ആൻഡ് ക്ലിയർ. അയ്യോ, ഞാൻ കാണുന്നല്ലോ. അവിടെ അനുമോൾ എഴുതുക. നമുക്കൊരു ഫേസ് പാക്ക് ഇടാം. ബിക്കോസ് എനിക്ക് വേറെ പണിയില്ല. ഓറഞ്ച് തോൽപ്പൊടി, അങ്ങനെ തൈര് ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ താഴെ വരെ പോകണം. അതുകൊണ്ടുള്ള മടിയും കൊണ്ട് ഞാൻ സാധാ വെള്ളം എടുത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോൺ ഔട്ടായി പോകുന്നുണ്ട്, കാര്യമാക്കണ്ട. സോ നമ്മൾ ഫേസ് പാക്ക് ഇട്ടു. ഒരു 15 മിനിറ്റ്സ്. നമുക്ക് വേറെ ഒരു പണിയില്ല. ഈ തംസപ്പ് നിർത്തണം. എപ്പോഴും ഞാൻ എല്ലാ ക്ലിപ്സിലും ഞാൻ തംസപ്പാണ്, പക്ഷെ എന്നാലും ഞാൻ നിർത്തില്ല. കുറച്ച് മോയ്സ്ചറൈസർ ഉള്ളത് നമ്മളെപ്പോഴും സ്കിന്നിനെ നമ്മൾ സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചറൈസ് ആയി വെക്കണം എന്നാണല്ലോ. സോ ഒബ്സെസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു അടിപൊളിയാട്ടോ. സോ ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ഉറക്കം. സോ see you in my next vlog. Like, share, subscribe.